കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്. നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ കാര്യങ്ങൾ. അങ്ങേ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ അടക്കമല്ലേ നടത്തുന്നത്. അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുമോ? നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ? നിങ്ങളത് തുടരുമില്ലേ? ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് അങ്ങടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അതിന് തയ്യാറാവാത്തത് അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. അത് മനസ്സിലായിക്കോ. പക്ഷെ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRL ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത്. ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങളാരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു. നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ. എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബന്ധപ്പെട്ട വിഷയത്തില് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഈ സംസ്ഥാന സർക്കാർ നേരത്തെ നടത്തിയ നിയമപോരാട്ടത്തിലൊക്കെ ഒരു വിജയമാണ് തമിഴ്നാടിന്റെ ഹർജിയിൽ ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാട് ഹർജിയിൽ നല്ല വിജയമാണല്ലോ ഉണ്ടായത്. അത് അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായ വിജയമാണ്. അനിയന്ത്രിതമായ രീതിയിലുള്ള അധികാര പ്രയോഗമാണ് നമ്മുടെ ഗവർണർമാർ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തി വന്നത്.